പ്രൈസ് ദി ലോർഡ്. ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് സാക്ഷ്യം നൽകാൻ ലജ്ജിക്കരുത് എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. തിമോത്തിയോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം തിരുവചനം. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ നീ ലജ്ജിക്കരുത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എഴുതിയ ആദ്യത്തെ അപ്പോസ്തലിക ലേഖനമാണ് ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ഈ അപ്പോസ്തലിക ലേഖനത്തിൻ്റെ 121-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ ഇപ്രകാരം പറയുന്നു: നമ്മൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും അവിടെ യേശുവിനെ പകർന്നു നൽകാനുള്ള വഴികൾ കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപക്ഷെ ഒരു ഡോക്ടറാകാം, എൻജിനീയറാകാം, ടീച്ചറാകാം, അതുമല്ലെങ്കിൽ നമ്മളൊരു സാധാരണ വ്യക്തിയായിരിക്കാം. നമ്മൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും അവിടെ കർത്താവിന് നമ്മൾ സാക്ഷ്യം നൽകണം. കർത്താവിനെ നമ്മൾ പകർന്നു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ ആരും കർത്താവിനെ കുറിച്ച് പറയില്ല. ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമോ യേശുവിനെക്കുറിച്ച് പറയുമെന്ന് വിചാരിക്കരുത്. മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുമാണ് ഈ കടമ നിർവഹിക്കേണ്ടത്. ഇത് നാണം കൊണ്ടോ ലജ്ജ കൊണ്ടോ നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. നമ്മളായിരിക്കുന്നിടത്ത് നമ്മളുടെ കർത്താവിന് നമുക്ക് സാക്ഷ്യം നൽകണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, നമ്മളാരും കർത്താവിനെ തള്ളിപ്പറയുന്നില്ല. എന്നാൽ വചനം എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പറയാൻ സാഹചര്യം ഉണ്ടായിട്ടും നമ്മുടെ കൂട്ടുകാരോട്, ബന്ധുക്കളോട്, അയൽവാസികളോട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ സഹപ്രവർത്തകരോട് കർത്താവിനെക്കുറിച്ച് പറയാൻ സാധ്യതയുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും നമ്മൾ നാണം കൊണ്ട് ലജ്ജ കൊണ്ട് മനഃപൂർവ്വം മറച്ചു വെക്കുന്ന അവസ്ഥ, അതാണ് തള്ളിപ്പറയുന്ന അവസ്ഥ. കർത്താവിൻ്റെ വചനം പറയുകയാണ്: എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തള്ളിപ്പറയേണ്ടവരല്ല, നമ്മൾ ക്രിസ്ത്യാനികൾ കർത്താവിനെ ഏറ്റുപറയേണ്ടവരാണ്, കർത്താവിന് സാക്ഷ്യം നൽകേണ്ടവരാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെൻ്റെ സാക്ഷികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ്. നമ്മൾ സാക്ഷ്യം നൽകേണ്ടവരാണ്. ഇന്ന് പലർക്കും നാണമാണ് കർത്താവിനെ ഏറ്റുപറയാൻ, കർത്താവിന് സാക്ഷ്യം നൽകാൻ. ഹല്ലേലൂയ പറയാൻ വയ്യ, പ്രൈസ് ദി ലോർഡ് പറയാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, എന്നെ കാണുന്നവരോട് ഞാൻ ആദ്യമേ പറയുന്ന കാര്യം ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡുമാണ്. എന്നെ ആര് വിളിച്ചാലും ഫോൺ എടുക്കുമ്പോൾ ഞാൻ ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും പറഞ്ഞിട്ടേ അവരുടെ വിശേഷം ചോദിക്കാറുള്ളൂ. നമുക്ക് ഏതെല്ലാം വിധത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുമോ ആ വഴികളെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ആ വഴികളിലൂടെ നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകണം. പലരോട് ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, പെന്തക്കോസ്തക്കാരനാണോ? പ്രിയപ്പെട്ടവരെ, പലരുടെയും ധാരണ ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും പറയുന്നവർ പെന്തക്കോസ്തക്കാരാണെന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഒരു പ്രോഗ്രാം നടക്കുക. ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ കസിൻ സിസ്റ്റർ അവിടെ വാദിക്കലുണ്ട്. ഞാൻ കണ്ടപാടെ ഞാൻ പറഞ്ഞു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വേഗം തന്നെ അവൾ പറഞ്ഞു, അയ്യേ ഹല്ലേലൂയ എന്നോ, ഇത് നമ്മളാണോ പറയേണ്ടത്? പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്ന ബൈബിൾ എടുത്ത് ഹല്ലേലൂയ എന്ന് പറയുന്ന ഭാഗങ്ങൾ ദൈവവചനം ഞാൻ അവളെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് നമ്മൾ ക്രിസ്ത്യാനികൾ ഹല്ലേലൂയ പറയണമെന്ന്. അവൾ തിരിച്ചു പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് സാക്ഷ്യം നൽകണം. അതിന് നമ്മൾ ലജ്ജിക്കരുത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു: ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുൻപിൽ മഹത്വത്തോടെ വരുമ്പോൾ ലജ്ജിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലജ്ജിച്ചാൽ കർത്താവും നമ്മളെക്കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് നമ്മൾ ലജ്ജയില്ലാതെ കർത്താവിനെക്കുറിച്ച് പറയണം, കർത്താവിന് സാക്ഷ്യം നൽകണം. നമുക്കറിയാം, കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 പേരിൽ 11 പേരും രക്തസാക്ഷികളായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്തസാക്ഷികളാകണ്ട, പക്ഷേ നമ്മൾ സാക്ഷികളായി മാറണം. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും അവിടെ ധീരതയോടെ നമുക്ക് കർത്താവിന് സാക്ഷ്യം നൽകാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന്. ആമേൻ.